പണ്ട് കാലത്ത് മിക്ക വീടുകളിലും അമ്മമാർ നട്ടു വളർത്തിയിരുന്നതാണ് ചീര. അടുക്കളത്തോട്ടത്തിലെ രണ്ട് സാന്നിധ്യമായിരുന്നു പച്ചമുളകും ചീരയും. അന്നൊക്കെ നല്ല എളുപ്പമായിരുന്നു. വെറുതെ മുറ്റത്തേക്ക് ഇങ്ങനെ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അത് മുളയ്ക്കും. പിന്നീട് അത് വളർന്ന് വലുതായി വലിയ പരിചരണമൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ആർക്കും അത്ര ഭൂമിയൊന്നുമില്ല. അതുപോലെ തന്നെ മിക്കവരും ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ചെടി വളർത്തുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കായി മാറി. അപ്പോൾ ഞങ്ങളും ഈ ടെറസിൽ കുറച്ച് ചീര നടുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ബെഡ് ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗ്രോ ബാഗ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിലേക്ക് നിറയെ കരിയിലയും പോട്ടിംഗ് മിക്സും വെർമിങ് കമ്പോസ്റ്റും കുറച്ച് മണ്ണും എല്ലാം ഇട്ടിട്ട് നമ്മൾ ബെഡ് റെഡിയാക്കിയിട്ടുണ്ട്. ചെടികൾ മാറ്റി നടാനോ തൈ നടാനോ ഞങ്ങൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് വൈകുന്നേരങ്ങളിലെ സമയമാണ് കേട്ടോ. ചെടി മാറ്റി നടുന്നത് രാവിലെ ആണെങ്കിൽ പിന്നീട് വരുന്ന വെയിൽ ചിലപ്പോൾ അതുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ചെടികളിലും അതൊന്നും സർവൈവ് ചെയ്യണമെന്നില്ല. പക്ഷേ കൂടുതലും വൈകുന്നേരങ്ങളിൽ വെച്ചിരിക്കുന്ന ചെടികൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഞങ്ങൾ രാത്രിയിലാണ് ഈ ചീരയൊക്കെ പാകുന്നത്. ചീര പാകിക്കഴിഞ്ഞൊരു 3 ദിവസത്തിനുള്ളിൽ അത് മുളയ്ക്കും കേട്ടോ. പിന്നെ വിത്തിൻ്റെ ഗുണനിലവാരം അനുസരിച്ചിരിക്കും. ചിലത് നല്ല കാലപ്പഴക്കമുള്ള വിത്താണെങ്കിൽ പിന്നെ നോക്കുക വേണ്ട, അത് മുളയ്ക്കില്ല. പരമാവധി ഫ്രഷ് ആയിട്ടുള്ള വിത്ത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മുളച്ചോളും. വിത്ത് പാകി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെർമി കമ്പോസ്റ്റ് അതിൻ്റെ മുകളിൽ ഇടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് തരത്തിലുള്ള ചീര നട്ടിട്ടുണ്ട് കേട്ടോ. സുന്ദരച്ചീര, മയിൽപ്പീലി ചീര, ചുവന്ന ചീര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. ദേ ചെടിയെല്ലാം മുളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ടേ.